ഗുഡ് ഈവനിങ് ഫ്രാൻസ്, എല്ലാവർക്കും രാഗം കിച്ചൺസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ഞണ്ട് കറിയാണ്. നമുക്കൊരു നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നന്നായിട്ട് കഴുകി അടിപൊളിയായിട്ട് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പില, ഇതെല്ലാം നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നീളെ അരിഞ്ഞത്, ഗരം മസാല, സവാളയും ഉള്ളിയും ഒരു 10-15 ഉള്ളി ഇട്ടിട്ടുണ്ട്. സവാളയും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തേങ്ങ നമ്മൾ മുളകൊക്കെ ഇട്ട് വറുത്തരച്ച് വെച്ചേക്കണതാണ്. തേങ്ങ കരിവേപ്പിലെല്ലാം ഇട്ട് വറുത്തരച്ച് വെച്ച് ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എണ്ണ ചൂടായി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിവിടെ നല്ല മില്ലിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നു. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ കറിക്കും. ഇത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആദ്യം വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. നല്ലൊരു സ്മെല്ല് കിട്ടും കറിക്കും. ആ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അതിനുശേഷം കരിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വീട്ടിൽ തന്നെയുള്ള മരത്തിൽ നിന്നുള്ള കരിവേപ്പില, നാടൻ കരിവേപ്പിലയാണ്. അതിനുശേഷം പച്ചമുളക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നു. ഇപ്പോൾ നന്നായിട്ട് ഒരു മൊരിഞ്ഞ് വരുന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സവാളയും ഉള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ജസ്റ്റ് ഇതേ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം, ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലേ ഈ കറിക്ക് അത്ര ടേസ്റ്റ് ആവുള്ളൂ. നല്ലൊരു സൂപ്പറാണ് ഈ ഞണ്ട് കറി. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐഡിയയും കൂടി ഞാൻ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റിന് വേണ്ടിയുള്ളൊരു ഐഡിയയും കൂടി ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഉള്ളി ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ മാറ്റിയെടുക്കണം. അതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായി വാടി കിട്ടും. ഞാൻ നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല നൈസിലായിട്ട് നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. 1 തക്കാളിയാണ് ഇട്ടേക്കണം. 1 തക്കാളി ഇങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കും. തക്കാളി ഇടുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ല വേണ്ട പുളിയും എല്ലാം അതിലേക്ക് വരും. തക്കാളി ഒരുവിധം നന്നായിട്ട് വേവണ വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നല്ല തക്കാളിയുടെ ആ ചാറൊക്കെ ഈ ഉള്ളിയിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റിലേക്ക് എത്തുള്ളൂ. കണ്ടോ, ഇപ്പം നല്ല വാടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നു. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നു. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ നമുക്ക് അതിനൊരു കറിക്കൊരു നല്ലൊരു കൊഴുപ്പ് കിട്ടും. നല്ലൊരു ചാറിനൊക്കെ നല്ലൊരു കട്ടി കിട്ടും. കണ്ടോ, ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മൾ എടുത്ത് വെച്ചേക്കണം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മളെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ഞണ്ടാണ് കിട്ടിയേക്കുന്നത്. നല്ല ചെറിയ ഞണ്ടായിരുന്നു, പക്ഷേ അത് വൃത്തിയാക്കി വന്നപ്പോൾ നല്ല 1/2 കിലോ ഞണ്ടാണ് മേടിച്ചത്. നല്ലൊരു വെറൈറ്റിയാണ്. കണ്ടോ, ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് ഉണ്ടാക്കണം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിന് ശേഷം
ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഞണ്ടൊക്കെ മുങ്ങി കിടക്കാവുന്ന രീതിയിലുള്ള ചൂടുവെള്ളമാണ്. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും നമുക്കതിൽ കിട്ടും. കണ്ടോ, ഇനി തിളച്ച് വരണം. നമ്മളൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കണ്ടോ, ഇപ്പോൾ അടിപൊളിയായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അടുക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് തുറന്നിട്ടുണ്ട്. കണ്ടോ, നല്ലോണം തിളച്ച് നല്ല ചാറൊക്കെ നല്ല അതിലേക്ക് പറ്റി വന്നു. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഭയങ്കര ടേസ്റ്റ്, നല്ല സ്മെല്ലാണ് വരുന്നത്. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ വേണം എല്ലാവരും ഉണ്ടാക്കാൻ ഈ കറി. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഒരു 5 മിനിറ്റ് വെച്ച് തിളക്കണം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.